അതെ പീതാംബരനാ, ആരാ? മച്ചു പറയടാ. പാവാടാ അവൻ, എന്ത് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? ഉള്ള ജോലി മുഴുവൻ അവൻ തന്നെ വേണ്ടേ ചെയ്യാൻ. ആരാന്നോ? എന്റെ കാര്യം തന്നെ പറയുന്നേ. ആ അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? എടാ അതെ, കൊച്ചു വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. എന്താ പറഞ്ഞ കൊച്ചോ? ഇയാളുടെ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്തിനാ ഇയാളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കുന്നത്? കളിയാക്കിയോ? ഞാൻ ഒരാളോടെ പറഞ്ഞോളല്ലോ, അവൻ എന്നെ പോലെ നല്ലവനാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. എടാ മച്ചു, ഐ എം വെരി സോറി. ഈ പ്രായത്തിലാണോ പിച്ചെടുക്കുന്നത്? എനിക്ക് അച്ഛല്ല, അമ്മയ്ക്ക് തീരെ സുഖമില്ല. ആഹാരം കഴിച്ച് 2 ദിവസമായി. കാശ് തന്നാ എന്ത് ചെയ്യും? അരിയും പച്ചക്കറിയും സാധനം വാങ്ങിട്ട് പോവേച്ചി. അവന് ഭിക്ഷ എടുക്കാൻ എൻകറേജ് ചെയ്യല്ലേ? അവൻ ഭിക്ഷ എടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവൻ കള്ളനാവാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തെറ്റാണോ? ഓക്കെ, ഞാൻ പിന്നെ മിസ് കോൾ അടിക്കാം. എന്റെ അമ്മേന്റെ അടുത്ത് ഞാൻ ചേച്ചിയെ പറ്റി പറയാവേ. ചുമ്മാ അങ്ങ് സുഖിപ്പിക്കല്ലേ. ഫോറിൻ കോൾ. ഹലോ, ആരാ? ലണ്ടനിൽ നിന്നോ? നിങ്ങള്? അവൻ ഭിക്ഷ എടുക്കാൻ പാടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവൻ കള്ളനാകാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഡയലോഗാണെന്നോ? ഒരു മിനിറ്റ്, ആക്ച്വലി നീ ഒരു ഓട്ടവായാണോടാ? അപ്പൊ അഹങ്കാരിയാണോ? എന്റെ സ്വഭാവം മാറും. അത് പോട്ടെ, എല്ലാവരും ഒരേപോലെ ഇയാൾ ഭാഗ്യം ചെയ്തവനാന്ന് പറയുന്നു. ഞാൻ സഹായം ചെയ്താ നീ എങ്ങനെയാ ഭാഗ്യവാനാവുന്ന? ഒന്ന് എടുത്ത് തൊലക്ക്. എന്റെ ഫ്രണ്ടാ വിളിക്കുന്നേ, നിങ്ങളൊന്ന് സംസാരിക്കേ. ആരാന്ന് ചോദിച്ചാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാ മതി. റിയാക്ഷൻ എന്തായിരിക്കും നോക്കാലോ. നീ എന്നെ സ്നേഹിക്കാണോ? ചേച്ചേ, ഇതെന്താ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുമോ ഇയാള്? ഒരിഷ്ടം, ഒരു സ്നേഹം, നിന്നെ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയാക്കണം എന്നുള്ളൊരു വെമ്പൽ. ആദ്യം കണ്ടപ്പോഴേ ഞാൻ പറയണമെന്ന് കരുതിയതാ. വലിയ കുഴപ്പമില്ല. നാശം നാശം, ഞാനിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ നിന്റെ അമ്മയുടെ പുറകെ ഞാൻ നടക്കേണ്ടി വരും. അല്ലല്ല, നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാനാ. ആലോചിച്ച് രാത്രി പറഞ്ഞാ മതിയോ? നിക്കുന്നിടത്ത് വേര് കിളിക്കും.